അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ റാഹത്തായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു 5 കിലോ ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. അപ്പോൾ വീഡിയോ മക്കളാണ് കേട്ടോ എടുത്ത് നിൽക്കുന്നത്. നമ്മൾ ടൈമായി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരുവിധമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിങ്ങാണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അതിൽ മൊത്തത്തിൽ വേണ്ട വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാണ്ട് ഒഴിവാക്കിയിടാണ് കേട്ടോ. നെയ്യില്ലെങ്കിലും നമ്മളെ ബീഫ് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ നെയ്യ് കുറച്ച് വേണേനും, എന്നാൽ കൂടിപ്പോയാലും ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഞാൻ കുറേ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിങ്ങാണ്ട് വെള്ളം പോകാൻ വേണ്ടിങ്ങാണ്ട് അവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ചിക്കൻ പൊരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചിക്കനാണ് ഇട്ടത്. അതും കഴുകിങ്ങാണ്ട് ക്ലീൻ ആക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ബീഫത്തെ വെള്ളം ചോരാനൊക്കെ വെച്ചിരിക്കണേ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ക്യാരറ്റും അതേപോലെ തക്കാളിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ തക്കാളി 1 കിലോ മൊത്തത്തിൽ എടുത്തിട്ടില്ല കേട്ടോ. 3/4 കിലോ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് 5 കിലോ ബീഫ് ബിരിയാണിക്ക്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ സവാള എടുത്തിരിക്കുന്നത് 1.5 കിലോ സവാളയാണ് കേട്ടോ. ഇത് വഴറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോനോ അല്ലെങ്കിൽ 3/4 കിലോൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മസാല അധികം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് 1.5 കിലോ സവാള കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കിലോനായാലും 1/2 കിലോനായാലും കുഴപ്പമൊന്നുമില്ല, മസാല കുറഞ്ഞു പോകുന്നു മാത്രം. അപ്പോൾ നമ്മൾ പെരിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് മസാല കുറച്ചധികം വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ സവാള എടുത്തത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് തന്നെയാണ്. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയതാണ്. നമ്മളൊക്കെ പെരുന്നാളിൻ്റെ മുമ്പ് നമ്മളൊക്കെ ആക്കും പോവേനും. അപ്പോൾ കുറച്ച് അതിൻ്റെ 2-3 ദിവസം മുന്നേ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ടാക്കിയതേനു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ കുറച്ച് വൈകിപ്പോയത് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീന് കത്താനൊരു മടി കേട്ടോ. കുറേ സമയം കത്തിച്ചിട്ട് ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കണം കേട്ടോ മുറ്റം. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് കത്തിയിട്ടൊന്ന് ശരിയായി വന്നത്. അപ്പോൾ എന്തായാലും ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ അതിക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. പിന്നെ ബീഫ് ഞാൻ കഴുകിങ്ങാണ്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിക്കണം. നമ്മൾ വലിയ കുക്കറിലിട്ടിട്ട് ബീഫൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിക്കണേ. നമ്മൾ ഇതിൽ ദമ്മിടുമ്പോൾ ബീഫ് ആയതുകൊണ്ട് വേഗൂല വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് കുക്കറിൽ ബീഫൊന്ന് വിസിലടുപ്പിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും ഒരു 150 ഗ്രാം പച്ചമുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ പച്ചമുളക് കുറച്ച് അധികം എടുക്കാൻ കാരണം മുളക് പൊടി ഞാൻ ബിരിയാണിയിൽ ചേർക്കലില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചേർക്കലുണ്ട്, പക്ഷേ ഞാൻ ചേർക്കലില്ല കേട്ടോ. അതുകൊണ്ടാണ് പച്ചമുളക് അധികം എടുത്തത്. പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടിട്ടാണ് റെഡിയാക്കി എടുക്കൽ. മുളക് പൊടി ചേർക്കലേ അല്ല. അപ്പോൾ ഉള്ളി കുറച്ച് വഴന്ന് വന്നപ്പോൾ അതിക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമ്മളെ പച്ചമുളകിൻ്റെ പേസ്റ്റും പാടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി വെക്കണമെന്ന് വെച്ചാൽ ചെറിയുള്ളി കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്താലും ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി വെക്കണമെന്ന് വെച്ചാൽ ഞാനും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചെറിയുള്ളിയും കൂടി ഒരു 5-6 പൗണ്ട് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മളെ സവാളൻ്റെ കൂട്ടത്തിൽ നമ്മളെ ചതവൊക്കെ ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ചതച്ചതൊന്ന് നല്ലോണം പേസ്റ്റ് ആയിക്കണം കേട്ടോ, അരഞ്ഞ് കിട്ടിയിരിക്കണേ. അപ്പോൾ അങ്ങനെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളെല്ലാവരും പാടെ പെരയിൽ ഉണ്ടാക്കുമ്പം ഓരോരുത്തർ ഓരോ പണിയെടുക്കുമ്പോൾ അങ്ങനെ അത് അരഞ്ഞ് പോയിക്കണം കേട്ടോ എന്തായാലും. പിന്നെ അതാ തക്കാളി 3/4 കിലോ തക്കാളിയാണ് കേട്ടോ. 1 കിലോ തക്കാളി ഇവിടുന്ന് മൊത്തത്തിലെടുത്തിട്ടില്ല. 3/4 കിലോ തക്കാളിയാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ തൈരും സുറുക്കിയും ചെറുനാരങ്ങയൊക്കെ ചേർക്കുമ്പോൾ പുളി ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തക്കാളി അത് മതി. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സുറുക്കി അതൊക്കെ ഒന്ന് കുറക്കണമെങ്കിൽ തക്കാളി 2 കൂട്ടിയിട്ടത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം മസാല ഉണ്ടായിന് കേട്ടോ, നമ്മൾ സവാള കുറച്ചധികം ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തക്കാളി വഴന്ന് കിട്ടാൻ മഞ്ഞൾപ്പൊടിയാണല്ലോ ഇടുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഒഴിച്ചത് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. നമ്മളത്
പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 4 ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിക്കണം കേട്ടോ. 4 ചെറുനാരങ്ങൻ്റെ നീര്. പിന്നെ അരിച്ചൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിനും അത് ഒഴിച്ച് കൊടുത്തിക്കണതേക്കും. പിന്നെ നമ്മളിടുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തു. പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തിക്കണേ. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് തൈരാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒരു പാക്കറ്റ് മിൽമൻ്റെ തൈര് ഒഴിച്ചിരിക്കണേ. പിന്നെ ഗരം മസാല ഒരു 3 സ്പൂൺ ഗരം മസാല ഇട്ടിക്കണേ. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിക്കണം കേട്ടോ. ചെറിയ സ്പൂണിലൊരു 2.5 സ്പൂണൊക്കെ. അപ്പോൾ ജീരകപ്പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ. പിന്നെ ഈ ഇടുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് ഞാൻ വീണ്ടും വീണ്ടും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എരിവ് ഇല്ലയെന്ന് തോന്നിയപ്പോൾ വീണ്ടും കുരുമുളകും പൊടി ഇട്ട് കൊടുത്തീനും. അപ്പോൾ മുളക് പൊടി ചേർക്കാത്ത കാരണം പിന്നെ മല്ലിയും പിന്നെ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞ് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിക്കണേ നമ്മളെ മസാലയ്ക്ക്. പിന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കലില്ല, അതേപോലെ മുളക് പൊടി ഞാൻ ചേർക്കലില്ല കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന കുറച്ച് പൊടി ഉണ്ടല്ലോ, അത് ബിരിയാണി മസാലയാണ്. അത് കുറച്ചുള്ളൂ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് കേട്ടോ. കുറേ വലിയ ജീരകത്തിൻ്റെ പൊടി കുറേ കൂടിപ്പോയ ടേസ്റ്റ് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം പാടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പുളിയൊക്കെ പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് സുറുക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ നല്ലോണം വെന്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൽ കുറച്ച് എത്ര വെള്ളം ഊറ്റിക്കളഞ്ഞാലും കുറേ സമയവും വെള്ളം വാർക്കാൻ വെച്ചിട്ടും പിന്നെ നമ്മൾ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചുമ്പോൾ അതിൽ താനെ വെള്ളം ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കാണ്ട് ഒഴിച്ചിരുന്നു കേട്ടോ. നമ്മളെ ബീഫിൻ്റെ വെള്ളം അതിൻ്റെ സത്തൊക്കെ പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ വിചാരിച്ചു. അപ്പോൾ കുറച്ച് സമയം നമ്മളെ ചട്ടിയിൽ കിടന്നങ്ങാണ്ട് അതൊന്ന് വറ്റി വന്നോളും വിചാരിച്ചങ്ങാണ്ട് അതേക്കാണ്ട് വെച്ച് കൊടുത്തേക്കണേ. അപ്പോൾ ഇതിന് ഞാൻ ഐസ് പീഡ് അടുപ്പുമ്പോൾ കുറച്ച് വെള്ളം ചോറിന് വേണ്ടിങ്ങാണ്ട് വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മളെ ബീഫൊക്കെ കുറച്ച് വെള്ളമൊക്കെ വറ്റി ഇളക്കിങ്ങാണ്ട് മിക്സാക്കി റെഡിയായി തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐസ് പീഡ് അടുപ്പിലായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് തിളക്കുമല്ലോ. അപ്പോൾ അതിനേക്ക് അരിയൊക്കെ കേകിങ്ങാണ്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് കേകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ദുൽഹാനാണ് കേട്ടോ അരി വാങ്ങിക്കൽ, അല്ലെങ്കിൽ മാലിക് ദിനാർ അല്ലെങ്കിൽ ദുൽഹാൻ, ഈ 2 അരിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ. അപ്പോൾ നമ്മളെ കുക്കിംഗ് പഠിച്ച് വരുന്ന ആൾക്കാരൊക്കെ ബിരിയാണി വെക്കുമ്പോഴൊക്കെ ഈ അരി ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോകുന്നില്ല കേട്ടോ, കുഴഞ്ഞ് പോകുന്നില്ല. ചില അരികളൊക്കെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ വിട്ടാൽ പെട്ടെന്ന് ഇങ്ങോട്ട് അലിഞ്ഞ് പോകുമല്ലോ, കുഴഞ്ഞ് പോകുമല്ലോ ബിരിയാണി. അപ്പോൾ ഇത് പിന്നെ കുറച്ച് സമയം ഒന്നും ഇങ്ങോട്ട് വെന്ത് പോയാലും ഇങ്ങോട്ട് അലിപിലി ആകൂല കേട്ടോ ചോറ്. അപ്പോൾ ബീഫിനെ ഞാൻ ബിരിയാണി ചെമ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 5 കിലോ വെക്കുന്ന ബിരിയാണി ചെമ്പാണ്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം പുറത്ത് പോയി കേട്ടോ. അങ്ങനെ 2 ആൾ ചേർന്നിട്ടാണ് കേട്ടോ ചട്ടി. ഞാൻ ഈ കടി ഉണ്ടാക്കണ നമ്മളാ വലിയ ചട്ടിയിലാണ് കേട്ടോ ഇത് വാട്ടിയിട്ടുണ്ടായിരുന്നത്, ഉള്ളിലേക്ക് വാട്ടിയിരുന്നത്. അപ്പോൾ വെള്ളം എപ്പോഴും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറുക്ക് നമ്മൾ ദമ്മിടുമ്പോൾ തിളക്കുമ്പോൾ നമ്മൾ ചോറിൽ പിടിച്ചോളും കരുതിയാണ് പിന്നെ അത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ വെള്ളക്കളിയാണെന്നൊന്നും തോന്നണ്ട. പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ശരിയായി വരും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ഇപ്പം നമ്മളെ ചെമ്പിൻ്റെ അരുവ് കൂടെയൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് പാകത്തിന് വാഴൻ്റെ ഇലയൊക്കെ കൊടുന്നങ്ങാണ്ട് റെഡിയാക്കി വെച്ചിരിക്കണേ. ഇനി നമ്മളെ ചോറും പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ദമ്മിട്ടെടുക്കണം നമുക്ക്. അപ്പോൾ ഇതൊക്കെ പിന്നെ ചോറൊക്കെ ഞാൻ നമ്മളെ ബിരിയാണി ചെമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയും പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തിക്കണത് ഒരു 50 ഗ്രാം ഡാൽഡയും പിന്നെ ബാക്കി സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടാണ് കേട്ടോ ഇത് പിന്നെ പൊരിച്ചെടുത്തിക്കണത്. ആ എണ്ണയിലാണ് പൊരിച്ചെടുത്തിക്കണത്. എന്നിട്ട് നമ്മൾ ദം ചെയ്തതിന് ശേഷം ആ ഓയിൽ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. പിന്നെ 6 kg നെയ്യാണ് കേട്ടോ പിന്നെ ചേർത്തിക്കണത്. പിന്നെ നമ്മൾ ദമ്മ് പൊട്ടിച്ചങ്ങാണ്ട് ചോറ് കുത്തൂലേ, അപ്പോൾ 6 kg നെയ്യാണ് കേട്ടോ. അതൊരു 100 ഗ്രാമൊക്കെ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ ഗരം മസാലയും കുരുമുളകും പൊടിയൊക്കെ. അപ്പോൾ അതിന് നല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാലയും കുരുമുളകൊക്കെ ഞാൻ പെരിയിൽ തന്നെ നമ്മൾ തന്നെ പൊടിച്ചെടുക്കലാണ് കേട്ടോ, എന്നാലുള്ള അതിന് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ പിന്നെ അണ്ടിയും മുന്തിരിയും സവാളയൊക്കെ പൊരിച്ചതും ഇട്ട് കൊടുത്തിക്കണം. പിന്നെ മല്ലിച്ചപ്പും പുതിനയും പിന്നെ സാധാ ബിരിയാണി ദം ചെയ്യണ പോലെ തന്നെ പിന്നെ അടുത്ത ലെയറും ഇട്ട് കൊടുത്തിക്കണം. ഇതേപോലെ വീണ്ടും ചെയ്തെടുക്കുകയാണ് ചെയ്തത്.
നന്നായിട്ട് എല്ലായിടത്തും കൂടി ഒന്ന് ചോറ് മിക്സാക്കി നമ്മൾ ബിരിയാണി ചെമ്പാകുമ്പോൾ പക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം നമ്മൾ ഇത് വെച്ചിട്ട്. അപ്പോൾ വീണ്ടും അതേപോലെ ചെയ്തിക്കണ്, ബിരിയാണി മസാല ഇട്ടിക്കണ്, അതേപോലെ ബിരിയാണി മസാല അല്ല ഗരം മസാല ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ മല്ലിയും പുതിനയും തന്നെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഞാൻ സവാളയൊക്കെ പൊരിച്ചെടുത്ത് സൺഫ്ലവർ ഓയിലും പിന്നെ ഡാൽഡ നെയ്യിൻ്റെ ഇത് മിക്സാക്കി ഒഴിച്ചു കൊടുത്തതിന് കേട്ടോ. സാധാരണ ഞാൻ ഡാൽഡ ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കുറച്ച് ഡാൽഡ ചേർത്താൽ ചോറിന് ചെറിയൊരു ബലം കിട്ടും, പറ്റ കുഴഞ്ഞു പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു 50 ഗ്രാം കേട്ടോ. അത് മാത്രം ചേർത്തിട്ടുള്ളൂ, ബാക്കി സൺ ഓയിൽ തന്നെയാണ്. പിന്നെ കുത്തിയപ്പോൾ 6 kg നെയ്യാണ് കേട്ടോ. അപ്പോൾ അപ്പോഴൊന്നും വീഡിയോ ശരിക്കും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ അതാണ് ചേർത്തിക്കണത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ചത് കുറച്ച് കൂടിപ്പോയിക്കണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ തീ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അങ്ങനെ ബിരിയാണി ദമ്മിടലൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ആദ്യം അത് വെന്ത കുറച്ച് കനലുണ്ടായിന് കേട്ടോ. പിന്നെ ഞാനിതൊന്ന് തിളച്ച് പൊന്താൻ വേണ്ടി കണ്ട് കുറേ പ്രാവശ്യം ഓലക്കൊടി കത്തിച്ചിട്ട് ഇങ്ങനെ ഒന്നിങ്ങോട്ട് നല്ലോണം കത്തിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒരു 4 പ്രാവശ്യം ഞാൻ കുറച്ച് ഓലക്കൊടി എടുത്തുകൊണ്ട് അങ്ങനെ കത്തിച്ചുകൊണ്ട് തള പൊന്തിക്കണേ. പിന്നെ അതിൻ്റെ കനൽ കുറച്ചുണ്ടായിന് അടുപ്പത്ത്, അത് അതിൻ്റെ മേലൊക്കെ കോരിട്ടും ചെയ്തിരിക്കണം കേട്ടോ. ആദ്യത്തെ കനലുണ്ടായത്. പിന്നെ അത് ചിക്കനൊക്കെ മസാല കൂട്ടി വെച്ചതിനും. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കിന് കേട്ടോ, ചില്ലി ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിങ്ങാണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അതിക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടയിൽ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോന അതിൻ്റെ ഇടയിൽ ഓരോ കഷ്ണം വന്ന് കണ്ട് എടുത്ത് തിന്നിട്ട് കേട്ടോ. കുട്ടികളെ സ്വഭാവമാണല്ലോ അല്ലേ, പൊരിക്കുമ്പോൾ അപ്പം തന്നെ ഓൽക്കൊന്ന് ടേസ്റ്റ് വെക്കേണ്ടി വരും, ഒന്ന് കൊണ്ടുപോയി അടുത്തത് വീണ്ടും വരും. അങ്ങനെയൊക്കെ മക്കളങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എല്ലാവരും കൂടിയുണ്ട് നമ്മളെ ഫാമിലി. അപ്പോൾ അടുത്ത ട്രിപ്പും ചിക്കൻ ഞാൻ പൊരിക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ ഹൈ സ്പീഡ് അടുപ്പ് ഉണ്ടായതൊരു ഉപകാരമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തീ കത്താത്ത ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ സമയമില്ലാത്ത ടൈമിലൊക്കെ നല്ല ഉപകാരം തന്നെയാണ്. അടുപ്പത്ത് നമ്മൾ ഉള്ളിൽ തീ മുട്ടാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ബിരിയാണിക്ക് സാധാരണ ആരും പപ്പടം പൊരിക്കൂലല്ലേ, അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചേക്കണം കേട്ടോ. പപ്പടം കുറച്ച് പൊരിച്ച് പകുതി ആയപ്പോഴാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതോളം എടുത്തിട്ടില്ല. അപ്പോൾ എണ്ണയ്ക്ക് പിന്നെ കളറൊക്കെ മാറിയിരിക്കണം കേട്ടോ. അപ്പോൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ തൈരും അച്ചാറും പപ്പടം ചോറ് കേട്ടോ. പിന്നെ ഒരു ചോറ് കുത്തുന്നുണ്ട്, പക്ഷെ ഞാനല്ല കേട്ടോ കുത്തിക്കണതും വീഡിയോ എടുത്തുക്കണമെന്നും. അപ്പോൾ അതേ പറഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല, ബീഫിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനിയും അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.